ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 4-ാം വാക്യവും 49-ാം അധ്യായം 18-ാം വാക്യവും നമുക്ക് വായിച്ച് കേൾക്കാം. രണ്ടും ഒരേ വാക്യം തന്നെയാണ്. 60-ന്റെ 4, 49-ന്റെ 18. നീ തലപൊക്കി ചുറ്റും നോക്കുക. തലപൊക്കി ചുറ്റും നോക്കുക. 49-ന്റെ 18. തലപൊക്കി ചുറ്റും നോക്കുക. തലപൊക്കി ചുറ്റും നോക്കുക. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന സ്വർഗത്തിൻ്റെ സന്ദേശം, നിങ്ങൾ ഇനിയും തളർന്നിരിക്കേണ്ട എന്നാണ്, തല താഴ്ത്തിയിരിക്കേണ്ട എന്നാണ്, തല കുമ്പിട്ടിരിക്കേണ്ട എന്നാണ്, മ്ലാനവതൻ്റെതായിട്ടിരിക്കേണ്ട എന്നാണ്, വാടിയ മുഖത്തോടെ ഇരിക്കേണ്ട എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇനിയും നിങ്ങൾ ക്ഷീണിതരായിരിക്കേണ്ട, ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള അപകർഷതാബോധം കൊണ്ട് നിങ്ങൾ വലഞ്ഞിരിക്കേണ്ട. എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ലല്ലോ എന്നോർത്ത് വലയുന്നവരുണ്ട്. എനിക്ക് ജീവിക്കാൻ മാർഗമില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്. കടം പെരുകി വരുന്നു, ഈ കടം തീർക്കാൻ ഒരു മാർഗവും കാണുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്. ബിസിനസ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതിൽ മനസ്സ് നൊന്തി വേദനിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. വിവാഹത്തിന് പ്രായമായി, പക്ഷേ വിവാഹത്തിൻ്റെ ആലോചനകളൊന്നും വരുന്നില്ലല്ലോ എന്നോർത്ത് അതിനെക്കുറിച്ചും ആകുലപ്പെട്ടിരിക്കുന്നവരുണ്ട്. മക്കൾ വിവാഹം കഴിഞ്ഞു, പക്ഷേ ഒരു കുഞ്ഞിനെ കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് അതിനെയോർത്ത് ആകുലപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഇന്ന് ശരീരത്തിൽ രോഗം വന്നു, ചികിത്സിച്ചിട്ടും ഫലമൊന്നും കാണുന്നില്ല, മനസ്സ് വേദനിച്ച് വിഷമിച്ചിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഏതെല്ലാം തരത്തിലാണെങ്കിലും, ഏതെല്ലാം കുറവുകളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, നിങ്ങൾ തല താഴ്ത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് മറ്റുള്ളവരോടൊപ്പം തല ഉയർത്തി നിൽക്കാനുള്ളതായ യോഗ്യതയില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ പോലും, പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് പറയുന്നു, തല പൊക്കി ചുറ്റും നോക്കുക. നിങ്ങളുടെ അപകർഷതകൾ വിടാൻ കർത്താവ് പറയുന്നു. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്, അപകർഷത ബോധം എന്ന് പറയുന്നത്, ഇന്ന് ഓരോ തരത്തിൽ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല, അപകർഷത ബോധം. മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് ഏതാണ്ട് ചില കുറവുകളുണ്ട്, മറ്റുള്ളവരുടെ ഒപ്പം നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല, മറ്റുള്ള എല്ലാവരും വരുന്നിടത്ത് പോയി നിൽക്കാനോ ഇരിക്കാനോ എനിക്ക് യോഗ്യതയില്ല, എനിക്ക് ചില കുറവുകളുണ്ട് എന്നുള്ള സ്വയബോധ്യം, ഒരു അപകർഷത. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഈ അപകർഷതകൾ, മുഖം വാടിയിരിക്കുന്നു, ഈ അപകർഷതകളുണ്ട്. നമ്മുടെ മനസ്സ് മ്ലാനമായിരിക്കുന്നു, ഉള്ള് വാടിയിരിക്കുന്നു, ഹൃദയം വിഷാദഭരിതമായിരിക്കുന്നു. പലരുടെയും അങ്ങനെയാണ്, പലരുടെയും. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ അപകർഷതാബോധം എന്തിലാണ്? ദൈവത്തിന് സ്തോത്രം. ഞാൻ ആവർത്തിച്ച് പറയും, എനിക്ക് കടുത്ത അപകർഷതാബോധം ഉണ്ടായിരുന്നു, കനത്ത അപകർഷതാബോധം ഉണ്ടായിരുന്നു. ഒരു വയസ്സിൽ എൻ്റെ അപ്പം മരിച്ചതുകൊണ്ട്, അനാഥനായി പോയതുകൊണ്ട് മനസ്സ് വിഷാദം നിറഞ്ഞതായിരുന്നു. എന്നും അമ്മയുടെ കരച്ചിൽ കൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കും, കൂടെ ഞാനും എൻ്റെ പെങ്ങളും കരയും. ഞങ്ങൾ 3 പേര് വീട്ടിലുള്ളൂ. പ്രിയപ്പെട്ടവരെ, കരച്ചിലിൻ്റെ ഒരു ഭവനമായിരുന്നു ഞങ്ങളുടെ ഭവനം. എല്ലാം വാടി മൂടിക്കെട്ടിയ ഭവനം, മ്ലാനമായ ഭവനം. 33-ാമത്തെ വയസ്സിൽ അപ്പൻ മരിച്ചു. 30-ാമത്തെ വയസ്സിൽ അമ്മ വിധവയായി. എനിക്കന്ന് 1 വയസ്സ് പ്രായമുണ്ട്. എനിക്ക് അപ്പനെ കണ്ട ഓർമ്മയില്ല, ഒരു ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടുമില്ല. അന്നൊന്നും ഫോട്ടോ എടുക്കുന്ന അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ അപകർഷതാബോധത്തിൻ്റെ ഭീകരതയിൽ മനം നൊന്ത് എൻ്റെ ബാല്യകാലം കഴിഞ്ഞു. അത് അപകർഷതാബോധം പിന്നെയും കൂടി എനിക്ക്. കാരണമുണ്ട്. 1, എനിക്കൊരു രോഗം. 2, 10ാം ക്ലാസ് പാസ്സായിട്ട് പഠിത്തം നിർത്തി. ഇത് രണ്ടും എന്നെ വല്ലാതെ അലട്ടി. രോഗത്തിന് നാട്ടുവൈദ്യന്മാരുടെ ചികിത്സയൊക്കെയാണെന്ന് കഷായമൊക്കെ കഴിച്ചു. അന്ന് വൈദ്യൻ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു, ഇത് ഇത്തിരി ഗൗരവമുള്ള രോഗമാണ്, എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോയി ചികിത്സിക്കേണ്ടതാണ്, ഇംഗ്ലീഷ് മരുന്ന് ആവശ്യമാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ഗൗരവമുള്ള രോഗമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെ എറണാകുളത്തേക്ക് പോകാനോ പോരാനോ അതിനുള്ള സാഹചര്യങ്ങളൊന്നും അന്ന് ഞങ്ങളുടെ വീട്ടിലില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് അത്ഭുതത്തോടെ ഓർക്കുന്നു, 10ാം ക്ലാസ്സിൽ പാസ്സായി കഴിഞ്ഞപ്പോൾ പഠിത്തം നിർത്തി. എൻ്റെ കൂട്ടുകാർ, ആ ക്ലാസ്സിലുണ്ടായിരുന്ന ക്ലാസ്മേറ്റ്സ് പലരും അവർ പോളിടെക്നിക്കിൽ പോകുന്നു, ചിലർ കോളേജിൽ പോകുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള സാധ്യതയില്ല. അപകർഷതാബോധം കൊണ്ട് ഉള്ളു വാടിപ്പോയൊരു മനുഷ്യനാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളോട് വളരെ എളിമയോട് പറയട്ടെ, നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിൽ അപകർഷതകളുണ്ടെങ്കിലും കർത്താവായ യേശു ക്രിസ്തു എല്ലാം മാറ്റിത്തരാൻ ശക്തനാണ്. എൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്.
ഞാനൊരു ദിവസം ഞങ്ങളുടെ പള്ളിയിൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അന്ന് എൻ്റെ ഹൃദയം കർത്താവ് തള്ളി തുറന്ന് അകത്ത് വന്നു. സ്തോത്രം. ഞാൻ കർത്താവിനെ വിളിച്ചില്ലായിരുന്നു. കാരണം എനിക്ക് കർത്താവിനെ വിളിക്കണമെന്ന് തോന്നിയില്ല. പ്രാർത്ഥനയും നമസ്കാരമൊക്കെ ഉണ്ടല്ലോ, പ്രാർത്ഥനയുണ്ട്, നോമ്പുണ്ട്, നമസ്കാരമുണ്ട്, പള്ളി ആരാധനയുണ്ട്, അതൊന്നും മുടക്കമില്ല. പിന്നെ പ്രത്യേകിച്ച് കർത്താവിനെ പ്രത്യേകിച്ച് വിളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ നിരാശ കൊണ്ടിരിക്കുകയായിരുന്നു, മനസ്സ് വാടിയിരിക്കുകയായിരുന്നു, മുഖം തെളിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ. കർത്താവ് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തള്ളി തുറന്ന് അകത്തു നിന്ന് ഇരിപ്പുറപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അതൊരു മഹാകൃപയായിരുന്നു, അതൊരു വലിയ അത്ഭുതമായിരുന്നു. പിന്നെ ജീവിതം പുഞ്ചിരിക്കാൻ തുടങ്ങി, പിന്നെ ജീവിതം സന്തോഷമാകാൻ തുടങ്ങി. ഇന്ന് ആ സന്തോഷത്തിൻ്റെ പ്രസരിപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. രോഗങ്ങളൊക്കെ ഉണ്ട്, ക്ഷീണമുണ്ട്, പലതരം പോരായ്മകളുണ്ട്. പക്ഷേ എന്നാലും ഇന്ന് മനസ്സ് നല്ല ഉല്ലാസമാണ്, മനസ്സ് നല്ല സന്തോഷമാണ്, നല്ല സമാധാനമാണ്, കുടുംബ സമാധാനം. വീട്ടിൽ ഞങ്ങൾ എല്ലാവരും, മക്കളും കൊച്ചുമക്കളൊക്കെ ഉണ്ട്, എല്ലാവരുമായിട്ട് ഐക്യമായിട്ടും സ്നേഹമായിട്ടും ഒരു മനസ്സായിട്ട് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. സന്തോഷമായി കഴിയുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങളെ ഞാൻ പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കൂ, ഇന്ന് നിങ്ങൾക്ക് തലവെക്കാൻ ദൈവം കൃപ തരികയാണ്. ഇനി തല താഴ്ത്തിയിരിക്കേണ്ട, ഇനി വാടിയിരിക്കേണ്ട, ഇനി മ്ലാനവതരായിരിക്കേണ്ട, ഇനി ക്ഷീണിതരായിട്ടിരിക്കേണ്ട. നിങ്ങൾക്ക് തല പൊക്കാം. നിങ്ങളുടെ തല കർത്താവ് ഉയർത്തിത്തരും, തല ഉയർത്തിത്തരും. ദൈവത്തിന് സ്തോത്രം. നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലം ഒക്കെയും നിൻ്റെ പിറകെ വരും, നിന്നെ പിന്തുടരും. നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലം ഒക്കെയും നിൻ്റെ പിറകെ വരും. നന്മയും വരും, കരുണയും വരും. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമോ ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സത്യം പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങളുടെ പിറകെ വന്നുകൊണ്ടിരുന്നത് രോഗമാണ്, പിറകെ വന്നുകൊണ്ടിരുന്നത് ആപത്തുകളാണ്, പിറകെ വന്നുകൊണ്ടിരുന്നത് കഷ്ടനഷ്ടങ്ങളാണ്, പലതരത്തിലുള്ളതായ കെടുതികളാണ്, പലതരത്തിലുള്ളതായ പോരായ്മകളാണ്. ഇതെല്ലാം പിറകെ വന്നുകൊണ്ടിരുന്നു. നിരാശാകരമായ അനുഭവങ്ങൾ പിറകെ വന്നുകൊണ്ടിരുന്നു ഇതുവരെയും. എന്നാൽ അതെല്ലാം മാറ്റിയിട്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പിറകിൽ കൂടി ഇതാ വരുന്നു രണ്ട് പേര്, നന്മയും കരുണയും വരുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഇതുവരെയുള്ള വ്യത്യസ്തമായി നന്മയുടെയും കരുണയുടെയും പുതിയ അന്തരീക്ഷം ജീവിതത്തിൽ കർത്താവ് തരും. നിങ്ങൾ വിശ്വസിക്കൂ. അത് ഇന്ന് നിങ്ങൾക്ക് കർത്താവ് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വാങ്ങാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈനീട്ടി വാങ്ങാം, ഹൃദയം തുറന്ന് വാങ്ങാം. കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കണം. എന്ത് അത്ഭുതമാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അത്ഭുതം എന്താണ് വേണ്ടത്? നിങ്ങളിത് ഇപ്പോൾ കണ്ടുപിടിക്കുക. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? നിർബന്ധമായും വേണ്ടത് എന്താണ്? നിങ്ങളത് ചോദിക്കൂ, നിങ്ങൾക്കത് കിട്ടും. ദൈവത്തിന് സ്തോത്രം. കാരണം കർത്താവ് വന്നിട്ടുണ്ട്. ഞങ്ങളാരും വന്നുകൊണ്ടൊന്നും കിട്ടില്ല. യേശുക്രിസ്തു വന്നിട്ടുണ്ട്. യേശുക്രിസ്തു നിങ്ങളെ വിളിക്കുന്നുണ്ട്. യേശുക്രിസ്തു നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മ്ലാനതയും വാട്ടവും ക്ഷീണവും മാറ്റി നിങ്ങൾക്ക് പുതിയ നവോന്മേഷം പകർന്നു തരാൻ കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, യേശുക്രിസ്തു ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, കർത്താവേ, അങ്ങനെയെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈ അത്ഭുതകരമായ സമാധാനവും ശാന്തിയും തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. ദൈവത്തിന് സ്തോത്രം. തലപൊക്കി ചുറ്റും നോക്കുക. തലപൊക്കുന്നത് എന്തിനാണ് എന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അബ്രഹാം തലപൊക്കി നോക്കി. അബ്രഹാം തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. കാരണം അബ്രഹാമിന് നിരാശയായിരുന്നു, ആകെ വലഞ്ഞുപോയി. ദൈവത്തിൻ്റെ വിളികെട്ട് പുറപ്പെട്ട ദൈവദാസനായ അബ്രഹാം ക്ഷീണിതനായി പോയി. ദൈവം പറഞ്ഞിരുന്നു, ഈ ദേശം, ഈ ഭൂമി, ഇതെല്ലാം നിനക്ക് ഞാൻ അവകാശമായി തരുന്നു, നിനക്കും നിൻ്റെ സന്തതിക്ക് അവകാശമായി തരുന്നതെന്ന് കർത്താവ് പറഞ്ഞു. നിനക്ക് ഒരു സന്തതി ഉണ്ടാകും. അബ്രഹാം കാത്തിരുന്നു. 75-ാമത്തെ വയസ്സിലാണ് വാഗ്ദത്തം കിട്ടിയത്. 75-ാമത്തെ വയസ്സിൽ നിനക്കൊരു മകനുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ 75 പോയി, 80 പോയി, 85ആയി. അപ്പോൾ 85-ാമത്തെ വയസ്സിൽ ഒരു അപകടം സംഭവിച്ചു, ഒരു വീഴ്ച സംഭവിച്ചു. സാറ, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ പറഞ്ഞു, നിങ്ങൾക്ക് മകനുണ്ടാകുമെന്ന് പറഞ്ഞത് ഞാൻ പ്രസവിക്കണമെന്നില്ലല്ലോ. നമ്മുടെ ദാസിയായ ഹാഗാർ ഇവിടെ ഉണ്ടല്ലോ,
അവളെ ഭാര്യയായിട്ട് എടുത്തുള്ളൂ, അങ്ങനെ നിങ്ങൾ മകൻ ഉണ്ടാകട്ടെ. ദൈവം പറഞ്ഞത് ദൈവം നിവർത്തിക്കും. ഭാര്യ പറഞ്ഞത് ഒന്ന് ചെവിക്കൊട്ട് പോയി, അവസ്ഥയായിപ്പോയി. ദൈവം തരുമെന്ന് പറഞ്ഞത് സ്വന്തം ഭാര്യയിൽ നിന്ന് തന്നെ മകനും തരുമെന്നാണ് ദൈവം പറഞ്ഞത്. പക്ഷേ അബ്രഹാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കാമ്പ് മനസ്സിലാക്കിയില്ല. വിശ്വാസികൾ പിതാവാണ്. ഞാൻ ഈ അബ്രഹാമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം അബ്രഹാമിൻ്റെ വിശ്വാസം എവിടെ, അബ്രഹാമിൻ്റെ ആത്മീയ നിലവാരം എവിടെ, അബ്രഹാമിൻ്റെ ത്യാഗജീവിതം എവിടെ, അതൊക്കെ ഓർക്കുമ്പോൾ അബ്രഹാമിനെക്കുറിച്ചൊക്കെ പറയാൻ എനിക്ക് ഭയമാണ്. അബ്രഹാമിനെക്കുറിച്ച് മാത്രമല്ല, പൗലോസ്ലീഹയെക്കുറിച്ചും പത്രോസ്ലീഹയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ പേടിക്കുന്നു. കാരണം അവരെല്ലാം എന്തൊരു നിലവാരമായിരുന്നു, എന്തായിരുന്നു അവരുടെ ആത്മീയ നിലവാരം. അവരുടെ എല്ലാം കർത്താവിനോടുള്ളതായ സ്നേഹം എത്രമാത്രം ശക്തമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം അവിടെ ഒരു ചെറിയ വീഴ്ച പറ്റി. ഇസ്മായിലുണ്ടായി, ഹാഗാർ പ്രസവിച്ചു, ഇസ്മായിലുണ്ടായി. പക്ഷേ ഇതുകൊണ്ടൊന്നും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സമാധാനം കിട്ടിയില്ല. അബ്രഹാമിന് സാറ പ്രസവിച്ചൊരു മകനുണ്ടാകുമെന്നാണ് ദൈവത്തിൻ്റെ വചനം. സാറ മുഖം വാടിയിരിക്കുകയാണ്. കാരണം ഇസ്മായിൽ ഉണ്ടായതോടുകൂടി വീട്ടിലാകെ അക്കച്ചക്കലായി. ഹാഗാർ ഭാര്യയുടെ സ്ഥാനത്ത് കയറിയിരിക്കുന്നു, അത് സാറായ്ക്ക് വിഷമമായി. അബ്രഹാം ഈ രണ്ട് സ്ത്രീകളുടെ ഇടയിൽ ഇട്ട് ഞെരുങ്ങുന്നു, അബ്രഹാമിന് വിഷമമായി. ആകെ മനസ്സ് ഉലഞ്ഞ് വിഷമിച്ച് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പുറത്ത് കൂടാരവാതിക്കൽ അവിടെ ഇങ്ങനെ കാടിക്ക് കൈയും കൊടുത്ത് അബ്രഹാം ഇരിക്കുകയാണ്. സാറ അകത്ത് കൂടാരത്തിനുള്ളിൽ അവളും ഇരിക്കുകയാണ്. രണ്ടുപേരുടെയും മുഖം മ്ലാനമാണ്. ഇടയ്ക്കിടയ്ക്ക് ദീർഘനിശ്വാസങ്ങൾ, നല്ല നെടുവീർപ്പുകൾ, ചിലപ്പോൾ ഇടയ്ക്ക് ഏങ്കലടികൾ വരുന്നുണ്ടോ എന്ന് സംശയം. കാരണം മനസ്സിങ്ങനെ വിഷാദഭരിതമാണ്, ഏതാണ്ട് നിശബ്ദതയാണ്. ഇടയ്ക്ക് നെടുനിശ്വാസങ്ങൾ, നെടുവീർപ്പുകൾ, അതുമാത്രമേ കേൾക്കാനുള്ളൂ. അപ്പോഴാണ് അബ്രഹാം എങ്ങനെയോ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ വന്ന് നിൽക്കുന്നു. നല്ല തേജസ്സുള്ള 3 പുരുഷന്മാർ വന്ന് നിൽക്കുന്നു. അബ്രഹാം അത്ഭുതപ്പെട്ടു. അയ്യോ, അബ്രഹാം എന്ത് ചെയ്തു? നമുക്ക് വായിക്കാം. ഒന്നുകൂടെ വായിക്കും, 1 മുതൽ 2 വരെ. 1, 2. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പിൻ, ഞാൻ 1 മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. 3 പുരുഷന്മാർ വന്നിരിക്കുന്നു. 3 പുരുഷന്മാർ. അത് വേദപണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന് സാക്ഷാൽ നിത്യനായ ദൈവം തന്നെ. 2 പേര് 2 മാലാഖമാരാണ്. 2 മാലാഖമാരോടുകൂടെ ദൈവം വരെ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ കൂടാരവാതിക്കലേക്ക്, തളർന്നിരിക്കുന്ന മനുഷ്യൻ്റെ അരികിലേക്ക്, ദുഃഖിതനായി നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ അരികിലേക്ക് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. സ്തോത്രം. അതൊരു വലിയ സന്തോഷമാണ്. നമ്മൾ മ്ലാനവന്തരായിരിക്കുമ്പോൾ, നമ്മൾ വേദനിച്ച് പൊളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, രോഗത്തിൻ്റെ പീഡയിൽ വലയുമ്പോൾ, നമുക്ക് പൈസയ്ക്ക് ഞെരുക്കമായി വിഷമിക്കുമ്പോൾ, കടം തീർത്ത് ഒരു സമാധാനം കിട്ടാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ എല്ലാം വിറ്റാലും കടം തീരാത്തതുപോലെ പലിശയുടെ മേൽ പലിശയുമായി വലയുമ്പോൾ, നിത്യനായ ദൈവം നമ്മെ സന്ദർശിക്കാൻ വരുന്നുള്ള എത്ര ആശ്വാസകരമാണ്. ജീവനുള്ള ദൈവം വന്നു, കൂടെ 2 മാലാഖമാരും. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നു, ആ 3 പേരും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വമാണ് എന്ന് പറയുന്നു. അതെന്തുമാകട്ടെ, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു പഠനത്തിന് മുതിരുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ദൈവം ആ അബ്രഹാമിൻ്റെ കൂടാരവാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു, നിത്യനായ ദൈവം. ഇന്ന് നിങ്ങൾക്ക് കേൾക്കണമോ, ഈ ദൈവം പ്രത്യക്ഷനാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ രൂപം വരികയാണോ? നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ദൈവം പ്രത്യക്ഷനാകുമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം പ്രത്യക്ഷനാകുന്ന ദൈവത്തിൻ്റെ വചനമാണ്. വചനം പ്രത്യക്ഷമാകുന്നു, വചനം വെളിപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് ജീവനുള്ള ദൈവം വന്നിരിക്കുകയാണ്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും, കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. 2 or 3 പേര് എൻ്റെ നാമത്തിലൂടെ കൂടിയാലും
തീർച്ചയായിട്ടും കർത്താവിൻ്റെ നാമത്തിലാണ് നാം കൂടിയത്, അല്ലേ? സംശയമില്ല. നമ്മുടെ അരിയിലേക്ക് ജീവനുള്ള ദൈവം വന്നിട്ടുണ്ട്. അബ്രഹാം നോക്കി, തലവൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അബ്രഹാം കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പിന് ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. കൂടാരവാതിക്കൽ നിന്ന് ഓടിച്ചെന്നവരുടെ അരിയിലേക്ക് നിലം വരെ കുനിഞ്ഞു, നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞതാണ്, യജമാനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. യജമാനെ എന്നാണ് വിളിക്കുന്നത്, ദൈവത്തെ വിളിക്കുന്നത്. യജമാനെ എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നെ കടന്നു പോകരുതേ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ അരികത്തോട് കർത്താവ് നടക്കുന്നുണ്ട്. നിങ്ങൾ പറയണം, കർത്താവേ എന്നെ ഒന്ന് തൊട്ടിട്ടേ പോകാവൂ. സ്തോത്രം. ഈ പാവപ്പെട്ട എന്നെ ഒന്ന് തൊട്ടിട്ടേ നീ പോകാവൂ. യേശുവേ, ഈ അഗതിയായ എന്നെ, ഈ രോഗിയായ എന്നെ, ആവശ്യഭാരത്താൽ ഞെരുങ്ങുന്ന എന്നെ, മനസ്സ് വേദനിച്ച് പൊളയുന്ന എന്നെ, കർത്താവെ ഉള്ളു നൊന്ത് വെന്തുകൊണ്ടിരിക്കുന്ന എന്നെ, എൻ്റെ യേശുവേ ഇപ്പോൾ നീ എന്നെ തൊടാതെ പോകല്ലേ, എൻ്റെ മേൽ നിന്റെ കരം വെക്കണമേ നിങ്ങൾ പറയണം. അബ്രഹാം ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു നമസ്കരിച്ചു. യജമാനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. ഞാൻ അസാരം വെള്ളം കൊണ്ട് നിങ്ങളുടെ കാലുകളിൽ കഴുകട്ടെ. ഒരു മുറിയപ്പം കൊണ്ടുവരാം. ഇവിടെ എത്ര വിനീവറോ പറയും, ഒരു മുറിയപ്പം കൊണ്ടുവരാം. അത് തിന്ന് വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ദൈവത്തിന് സ്തോത്രം. എന്തായിരിക്കും അബ്രഹാം ഒരു മുറിയപ്പം എന്ന് പറഞ്ഞത്? ഒരപ്പം മുഴുവൻ കൊടുക്കാനില്ല. നാം ഇന്ന് പറയുമ്പോൾ നമുക്കെന്താ പറയാനുള്ളത്? കർത്താവേ, ഇപ്പോൾ എനിക്ക് 30 വയസ്സായി, അല്ലെങ്കിൽ 50 വയസ്സായി, അല്ലെങ്കിൽ 65 വയസ്സായി. കർത്താവേ, ഇപ്പോൾ തിരുമുമ്പ കൊണ്ടുവരാൻ ഒരു മുറി അപ്പമേ ഉള്ളൂ. നിറവായി തരാൻ എൻ്റെ കയ്യിലില്ല. എൻ്റെ ആയുസിൻ്റെ നല്ല ഭാഗം പലതും കുറഞ്ഞു പോയി. എൻ്റെ ആയുസിൻ്റെ പല ഭാഗങ്ങളും കടന്നു പോയി. ഇനി ഒരു മുറി അപ്പമേ ഉള്ളൂ. ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് എൻ്റെ ആയുസ്സിൽ ഇത്രയും വർഷങ്ങൾ നഷ്ടപ്പെട്ടു. കർത്താവേ, ആയുസിൻ്റെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു. ഒരു മുറി അപ്പം കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റുമോ? ഇന്ന് നിങ്ങൾക്ക് 20 വയസ്സായി, അല്ലെങ്കിൽ 45 വയസ്സായി. പറയാമോ, കർത്താവേ, ഇതുവരെയുള്ള കാലങ്ങൾ എനിക്ക് പലതും പാഴായിപ്പോയി എന്ന് തോന്നുന്നു. വേണ്ടതുപോലെ പ്രാർത്ഥിച്ചില്ല, വേണ്ടതുപോലെ ജാഗരിച്ചില്ല, വേണ്ടതുപോലെ ഉപവാസം എടുത്തില്ല, വേണ്ടതുപോലെ പാവം വിട്ട് ജീവിച്ചില്ല. പല കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ഇടപെട്ടു, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടു. ദൈവമേ, പലപ്പോഴും കോപിച്ചു, പലപ്പോഴും വഴക്കടിച്ചു. എൻ്റെ കർത്താവേ, ചിലപ്പോൾ വീട്ടിൽ കലഹമുണ്ടാക്കി. അയ്യോ, വീട് ആകെ കലങ്ങിപ്പോയി, പലതരത്തിലുള്ളതായി പ്രയാസങ്ങളുണ്ടായി. കർത്താവേ, ഇങ്ങനെ ഇത്രയും വർഷങ്ങൾ പാഴായിപ്പോയി, മുറിഞ്ഞുപോയ കാലങ്ങൾ. എന്നാൽ ഇനി ബാക്കി ഒരല്പമുണ്ട്. ഒരു മുറിയപ്പം കൊണ്ടുവരാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതുവരെയുള്ളതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം കൊഴിഞ്ഞുപോയി. പലതും നഷ്ടപ്പെടുത്തി കളഞ്ഞു. നല്ല അവസരങ്ങളുണ്ടായിരുന്നു, നല്ല കാലങ്ങളുണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെടുത്തി. എന്നാൽ കർത്താവേ, ഞാനിപ്പോൾ ഇനി ബാക്കിയുള്ളത് ഒരു മുറിയപ്പം, മുഴുവനില്ല, ഒരു മുറിയപ്പം കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. പറയുമോ നിങ്ങൾ യേശുവിനോട്, കർത്താവേ, ഇത്രയും കാലം എൻ്റെ പാഴായിപ്പോയ കാലങ്ങൾ, നഷ്ടപ്പെടുത്തി കളഞ്ഞ കാലങ്ങൾ, കർത്താവേ, പലതും നഷ്ടപ്പെടുത്തി കളഞ്ഞല്ല, അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. കർത്താവേ, ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയി, ദൈവത്തെ ദുഃഖിപ്പിച്ച അനേകം കാര്യങ്ങൾ. ഞാൻ കോപിച്ചപ്പോൾ, ഞാൻ ശപിച്ചപ്പോൾ, ഞാൻ പ്രാഗിയപ്പോൾ, ഞാൻ മക്കളെ പ്രാഗി, ഭർത്താവിനെ പ്രാഗി, അല്ല ഭാര്യയെ പ്രാഗി. ദൈവമേ, എൻ്റെ അധ്യാപകരെ കളിയാക്കി. ദൈവമേ, എല്ലാം പാഴായിപ്പോയി. ഇത്രയും കാലങ്ങൾ വെറുതെ ജീവിച്ചു പോയി. എന്തോ രൂപയാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്. മദ്യത്തിന് വേണ്ടി ധനം നഷ്ടപ്പെടുത്തിയവരുണ്ട്, കൊള്ളാത്ത ജീവിതത്തിന് വേണ്ടി പണം നഷ്ടപ്പെടുത്തിയവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അശുദ്ധ ജീവിതത്തിന് വേണ്ടി ആയുസ്സും ആരോഗ്യവും നഷ്ടപ്പെടുത്തിയവരുണ്ട്. എൻ്റെ കർത്താവെ, ദുശ്ശീലങ്ങൾക്ക് വശമതരായി പലരും നഷ്ടപ്പെടുത്തിയവരുണ്ട്. എൻ്റെ കർത്താവെ, ബാക്കി ഇനി ഒരല്പം, ഒരു മുറിയപ്പം മാത്രമുണ്ട്, അത് കൊണ്ടുവരട്ടെ. ദൈവത്തിന് സ്തോത്രം. യജമാനെ, അടിനെ കടന്നു പോകല്ലേ. ഞാൻ അല്പം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. അത് സ്ത്രീകളുടെ കാല് കഴുകുക അന്നത്തെ സമൂഹത്തിൻ്റെ മര്യാദയാണ്. അത് കാലുകളെ കഴുകട്ടെ. ഞാൻ ഒരു മുറിയപ്പം കൊണ്ടുവരാം, അത് തിന്ന് വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും പറയാം കർത്താവിനോട്, കർത്താവേ, ഒരു അല്പശിഷ്ടമായ ജീവിതം, അല്പം മാത്രമുള്ളൊരു ജീവിതം, അതിപ്പോൾ ഞാൻ അടിയറ വയ്ക്കുകയാണ്. ഞാൻ ഇനി ഈ ജീവിതം ഞാൻ കളയില്ല. കർത്താവേ, ഇപ്പോൾ ഞാൻ ഇനിയുള്ളത് നിനക്ക് തരികയാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, കൊടുത്താൽ യേശു വാങ്ങും. ഞാൻ പറഞ്ഞല്ലോ, 17-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതം ഞാൻ യേശുവിന് കൈമാറി. യേശു വാങ്ങി. നിരാശനായിരുന്ന എൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചു. വിദ്യാഭ്യാസം തന്നു, ജോലി തന്നു, സമാധാനം തന്നു, കുടുംബം തന്നു. ദൈവത്തിന് സ്തോത്രം.
എന്നും കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ അമ്മയ്ക്ക് സമാധാനം കിട്ടി. ദൈവത്തിന് സ്തോത്രം. എന്നും വിഷാദിച്ചുകൊണ്ടിരുന്ന എൻ്റെ പെങ്ങൾക്കും സമാധാനം കിട്ടി. ദൈവത്തിന് സ്തോത്രം. എനിക്കും സമാധാനം കിട്ടി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവ് കൂടെ ഇരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. നിങ്ങൾ കൊടുത്തു നോക്ക്, കാണാം അത്ഭുതം നടക്കുന്നത്. ഒരു മുറിയപ്പം അത് തിന്ന് വിശപ്പഴുകിട്ട് നിങ്ങൾ പോകാം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം, അടുത്ത വാക്യം. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പറഞ്ഞു, ഒരു മുറി അപ്പം തിന്നിട്ട് പോകാമെന്നല്ലേ പറഞ്ഞത് അബ്രഹാം. പക്ഷേ അകത്തേക്ക് എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നീ 3 ഇടങ്ങഴി എടുത്ത് അപ്പം ഉണ്ടാക്കുക. 3 ഇടങ്ങഴി, 3 പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല നിറയെ പുഷ്ടിയായി കൊടുക്കാനാണ് പറയുന്നത്. അബ്രഹാം ഭാര്യയോട് പറയുന്നു. അവിടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? അബ്രഹാമിന് ഭാര്യയുടെ അടുക്കൽ നല്ല സ്വാതന്ത്ര്യമുണ്ട്. നല്ല സ്വാതന്ത്ര്യം. എന്താ കാരണം? ഈ സമയത്ത് വന്ന് പെട്ടെന്ന് 3 ഇടങ്ങഴി അരി എടുത്ത് കുതിർത്തി അത് ഉണ്ടാക്കുക, എന്തൊരു കഷ്ടപ്പാട് എന്നൊക്കെ സാധാരണ സ്ത്രീകൾ പറയും. ഇത് ഇന്ന് കുറച്ച് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു, ഇപ്പോഴാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ സ്ത്രീകൾ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ ചോദിക്കാം. ഇത് കുറച്ച് നേരത്തെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പാടില്ല. ഇത് പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഒരു 3 ഇടങ്ങഴി യവ എടുത്ത് കുഴയ്ക്കണമെന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? അബ്രഹാം എന്താ പറഞ്ഞത്? അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് അങ്ങ് പോവുക. കാരണം സാറയ്ക്ക് ഒരു സംശയമില്ല. സാറ അത് അപ്പോൾ തന്നെ ചെയ്യുകയാണ്. അനുഗ്രഹീതമായൊരു ഭവനം, അനുഗ്രഹീത കുടുംബം. ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് പൂർണ്ണ സമ്മതം. അങ്ങനെ വരണം. നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെയായിരിക്കണം. ഭാര്യയും ഭർത്താവ് ഒരു ഹൃദയമായിരിക്കണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ചിലരുടെ ഉള്ളിൽ നെടുവീർപ്പ് വരുന്നുണ്ടാകും. നെടുവീർപ്പ് അങ്ങനെയല്ലല്ലോ. ഭാര്യയും ഭർത്താവ് ഒരു ഹൃദയമല്ലല്ലോ. ഭർത്താവ് പറയുന്നതോട് ഭാര്യ മുഴുവൻ അങ്ങ് ചേരുന്നില്ല. ഭാര്യയുടെ അഭിപ്രായത്തിൽ ഭർത്താവ് മുഴുവൻ ചേരുന്നില്ല. പലപ്പോഴും ഇഷ്ടക്കേടുകളോ മുഷ്ടിലുകളോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു, ഇണക്കക്കുറവുണ്ടാകുന്നു, പിരിമുറുക്കങ്ങളുണ്ടാകുന്നു. അത് വരരുത്. നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യമായിരിക്കണം. നമുക്കൊരു ലക്ഷ്യമായിരിക്കണം. യേശുക്രിസ്തുവാണ് ലക്ഷ്യമെങ്കിൽ നമ്മുടെ വീട്ടിൽ യേശുക്രിസ്തു ഉണ്ട്. യേശുക്രിസ്തു നമ്മുടെ വീട്ടിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അവിടെ നിൽക്കുമോ? കർത്താവ് ഇറങ്ങി പോവില്ലേ? ഭാര്യയും ഭർത്താവും വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, തർക്കിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് ഇറങ്ങി പോവുകയില്ലേ? അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഐശ്വര്യമുള്ള കുടുംബങ്ങളാകാൻ ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമായിരിക്കണം. ഇവിടെ സാറ പിന്നെ എന്ത് ചെയ്യുന്ന അബ്രഹാം നോക്കിയില്ല. അബ്രഹാം പോയി കഴിഞ്ഞു. ബാല്യക്കാരനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. എല്ലാം തിടുക്കത്തിൽ നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതെല്ലാം തിടുക്കത്തിൽ. സാറ ആ ധാന്യം മാവ് കുഴച്ചു, 3 ഇടങ്ങഴി മാവ് കുഴച്ചു, പെട്ടെന്ന് അപ്പം ഉണ്ടാക്കി. ബാല്യക്കാരൻ്റെ കയ്യിൽ കാളക്കുടാവിനെ പിടിച്ച് കൊടുത്തു. അതിനെ അറുത്തു, പെട്ടെന്ന് പാകം ചെയ്തു, എല്ലാം ശരിയാക്കി, അതുമായി നല്ലൊരു സദ്യ ഈ 3 പേർക്ക് വേണ്ടി അവിടെ ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിങ്ങൾ ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ഇവിടെ എൻ്റെ മുമ്പിലേക്ക് വന്നാൽ ഞാൻ കർത്താവിന് കൊടുക്കാൻ എന്താണ് എൻ്റെ കയ്യിലുള്ളത്? എൻ്റെ കയ്യിൽ യേശുവിന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നല്ല കാര്യങ്ങൾ പലതും ചെയ്തവരുണ്ട്, നല്ല ഉപകാരങ്ങൾ ചെയ്തവരുണ്ട്. പക്ഷേ ആ ഉപകാരം ചെയ്തതിൻ്റെ പിന്നിലും ചില സ്വയലാക്കുകളില്ലേ? ഒരു നല്ല കാര്യം ചെയ്ത് 4 പേര് അതൊന്ന് അഭിനന്ദിച്ചാൽ ഒരു സന്തോഷമില്ലേ? നല്ല കാര്യം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം പാഴാണ്. അബ്രഹാം ഇതെല്ലാം കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു. ഈ അപ്പവും ഈ ആളക്കുട്ടി ചേർത്ത് ഉണ്ടാക്കിയ ഭക്ഷണവും ഇതെല്ലാം തയ്യാറാക്കി കൊണ്ടുവന്ന് അവരുടെ കാൽക്കൽ വെച്ചു. നാം വായിക്കുന്നത് അതെല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനെ അത്ഭുതകരമായി അനുഗ്രഹിച്ചു. നിനക്ക് ഒരു മകനുണ്ടാവും ഞാൻ പറഞ്ഞതല്ലേ? ഇപ്പോൾ 99 വയസ്സായില്ലേ? നിൻ്റെ ഭാര്യ സാറ നിനക്കൊരു മകനെ പ്രസവിക്കും. അബ്രഹാം അത്ഭുതപ്പെട്ടു. കർത്താവേ, പറഞ്ഞില്ല, കർത്താവേ എൻ്റെ ശരീരം നിർജ്ജീവമായി പോയി, സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായി പോയി. സ്ത്രീകൾക്കുള്ള പതിവ് നിന്നു പോയിരുന്ന വേദോസം പറയും. സ്ത്രീകൾക്കുള്ള പതിവ് നിന്നു പോയിരുന്നു. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് സാധിക്കില്ല കർത്താവേ. വേണമെങ്കിൽ അബ്രഹാമിന് പറയാം, അയ്യോ അത് പ്രതീക്ഷിക്കേണ്ട കർത്താവേ, ഞങ്ങൾ എല്ലാം ഉണങ്ങിപ്പോയി, വരണ്ടുപോയി, ഇനിയൊരു കുഞ്ഞുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും. ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ദൈവം പറയുന്നു, നിനക്ക് ഒരു മകനുണ്ടാകും, സാറ നിനക്കൊരു മകനെ പ്രസവിക്കുമെന്ന്. സ്തോത്രം. അസാധ്യങ്ങൾ അസാധ്യമാക്കി തരുന്നൊരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അസാധ്യതകൾ നിങ്ങൾ വിചാരിക്കുന്നത്
നിങ്ങൾക്ക് സാധ്യമാക്കി തരുന്നൊരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കൂ, ആ ദൈവത്തെ നിങ്ങൾ ഭജിക്കൂ, ദൈവത്തെ നിങ്ങൾ പിൻപറ്റൂ, ദൈവത്തോട് ചേർന്ന് നടക്കൂ. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തു നിങ്ങൾക്ക് അസാധ്യങ്ങൾ സാധിച്ചു തരും. അസാധ്യമെന്ന് ഇപ്പോൾ തോന്നുന്ന പല കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. കടന്നു ചെല്ലാൻ സാധ്യമല്ലാത്ത രംഗങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ നിങ്ങൾ കേൾക്കൂ, നിങ്ങൾക്ക് ഇതുവരെയും അസാധ്യമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നതെല്ലാം സാധ്യമാക്കി തരുന്നൊരു ദൈവമുണ്ട്. മോളെ, നീ പഠിക്കാൻ ആഗ്രഹിച്ചത് ആ സ്ഥാനത്ത് തന്നെ എത്തിക്കാൻ ദൈവശക്തനാണ്. യൗവനക്കാരാ, നീ ആഗ്രഹിച്ച ആ സ്ഥാനത്ത് തന്നെ എത്തിക്കാൻ ദൈവശക്തനാണ്. നീ പ്രാർത്ഥിക്കൂ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇതിനെ കൊടുക്കൂ. നിത്യനായ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഡെഡിക്കേഷനാണ്, സമർപ്പണം. അബ്രഹാം സമർപ്പിച്ചു. ഡെഡിക്കേഷൻ, ഫസ്റ്റ് പോയിൻ്റ്, ഡെഡിക്കേഷൻ. അബ്രഹാം ഡെഡിക്കേറ്റ് ചെയ്തു, അബ്രഹാം സമർപ്പിച്ചു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ പറയണം, കർത്താവേ, ഇന്ന് എനിക്ക് കൂടുതലൊന്നും ഇപ്പോൾ മനസ്സിലായിട്ടില്ല, പക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്യാം. യേശു വന്നിട്ടുണ്ട്. എൻ്റെ ജീവിതം, ഇനി ശേഷിക്കുന്ന ജീവിതം, എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും ഇതാ ഞാൻ അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞാൻ അടിയറ വയ്ക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ സമർപ്പണം നീ സ്വീകരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുമോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റുമോ? യേശു സ്വീകരിക്കും, യേശു അതിനെ വാഴ്ത്തും, യേശു അനുഗ്രഹിക്കും, അനേകായിരങ്ങൾക്ക് ഭക്ഷണമാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. 5 അപ്പവും 2 മീനും ബാലൻ്റെ കയ്യിലിരുന്നു. അത് അങ്ങനെ തന്നെ ഇരുന്നാൽ ആർക്കും പ്രയോജനപ്പെടുകയില്ല. അവൻ്റെ വിശപ്പ് മാറും. അവനുള്ളത് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. യേശു അത് വാങ്ങി, യേശു അത് നുറുക്കി, യേശു അത് വാഴ്ത്തി, യേശു അത് വർദ്ധിപ്പിച്ചു. 12 ശിഷ്യന്മാരും 12 ഒട്ടയുമായി വന്നു. 12 ശിഷ്യന്മാരുടെയും കയ്യിൽ കൊടുത്തു. അവർ ഓടിയത് വിളമ്പി, പിന്നെയും വിളമ്പി. തീരുന്നില്ല. 5 അപ്പവും 2 മീനും തീരുന്നില്ല. എല്ലാവരും മതി, എല്ലാവരും മതി എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ശേഷിച്ച കഷ്ണം എടുക്കുകയും 12 കൊട്ട നിറച്ചെടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കൊടുത്താൽ നഷ്ടമല്ല. ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ജീവിതം യേശുവിന് കൊടുത്താൽ നഷ്ടമല്ല. ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അത് ലാഭമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലോക ജീവിതം ധന്യമാണ്. മാത്രമല്ല, മരണത്തിന് ശേഷമുള്ള ജീവിതം അനുഗ്രഹീതവും ധന്യവുമായ സ്വർഗീയ ഉദ്യാനത്തിൽ നമുക്ക് കർത്താവായ യേശുവിനോട് വാഴുവാൻ സാധിക്കും. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, യേശു വീണ്ടും വരുമ്പോൾ അവൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലയിൽ നമുക്ക് സാധിക്കും. ഇന്നുള്ളതെല്ലാം താൽക്കാലികം, എന്നാൽ നിത്യമായത് വരുന്നു. ആ നിത്യമായ രക്ഷകൻ്റെ ഇടയിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങൾ കൊടുക്കൂ, അവൻ്റെ പാദപീഠത്തിൽ വയ്ക്കൂ, എല്ലാം സമർപ്പിക്കൂ. ദേഹവും ദേഹിയും ആത്മാവും സമ്പൂർണ്ണമായി സമർപ്പിക്കൂ. കാണാം അത്ഭുതങ്ങൾ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളുടെ മധ്യത്തിൽ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഇന്ന് ആവശ്യക്കാരിയോടും സന്ദർശിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഈ മക്കളുടെ മേലോടെ കൃപയുടെ പരിനീര് തെളിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ജീവജലം തളിച്ച് ഈ മക്കളെ ഉണർത്തിയതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, തിരക്തത്താലുള്ള ശുദ്ധീകരണം എന്തെന്ന് അനുഭവിക്കാൻ ഈ മക്കൾക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ഭാരങ്ങൾ മാറ്റിക്കൊടുക്കണമേ, രോഗങ്ങൾ സൗഖ്യമാക്കി കൊടുക്കണമേ, ആകുലങ്ങൾ മാറ്റണമേ, കുടുംബസമാധാനം നൽകണമേ. എല്ലാവരെയും രണ്ടാമത്തവരിന് വേണ്ടി ഒരുക്കണമേ. കരുണയുള്ള കർത്താവെ, അവിടെ നിന്ന് രണ്ടാമത് വരുമ്പോൾ പറന്നു വരുന്ന വിശുദ്ധമായിട്ട് നിലനിൽപ്പാൻ ഈ മക്കളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.